ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ച് ജയത്തോടെ മുന്നേറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 40-ാം വാക്യം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 40-ാം വാക്യം. പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ച ശവത്തിന്റെ നേരെ തിരിഞ്ഞു, തബീതായെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ടൊരു സംഭവത്തിന്റെ അവസാനത്തെ വരികളാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വായിച്ചത്. പത്രോസിന്റെ ശുശ്രൂഷയിലെ ഹൃദയസ്പർശിയായ ഒരു വലിയ ദൈവ പ്രവൃത്തിയെയാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. പത്രോസ് അവരെ ഒക്കെയും പുറത്തിറക്കി. ആമേൻ. പത്രോസ് ആരെയൊക്കെ ആയിരിക്കും പുറത്തിറക്കിയത്? നമുക്കറിയാം, പത്രോസ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, ദൈവത്തോട് സംസാരിക്കുന്നതിന് വേണ്ടി, വിഷയങ്ങൾ ദൈവകരങ്ങളിൽ അർപ്പണം ചെയ്യേണ്ടതിന് തയ്യാറാകുകയാണ്. അതിനുള്ളൊരു ക്രമീകരണം നടത്തുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുള്ള, പ്രാർത്ഥനയ്ക്ക് തടസ്സം ആയി മാറാൻ സാധ്യതയുള്ള, അഥവാ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യത്തെ തടുക്കുവാൻ സാധ്യതയുള്ള, പത്രോസിന്റെ വിശ്വാസത്തിനനുസരിച്ച് വളരുവാൻ കഴിയാത്ത മുഴുവൻ പേരെയും പത്രോസ് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഒഴിവാക്കാനിടയായി തീർന്നു. നമുക്കറിയാം, ഒരു ഫെസ്റ്റിവൽ സീസണിലേക്ക്, ഉത്സവത്തിന്റെ കാലത്തിലേക്ക് നമ്മുടെ കൊച്ചു കേരളം മാറുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ആരാധനകളെയും പ്രാർത്ഥനകളെയും ദൈവിക ഇടപെടലുകളെയും ദൈവപ്രവൃത്തിയെയും തടയുന്ന എല്ലാറ്റിനെയും മാറ്റി നിർത്താൻ, ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം, നാം കേട്ട ദൈവശബ്ദത്തിൽ നിന്ന്, നമ്മൾ കേട്ട വാഗ്ദത്തങ്ങളിൽ നിന്ന് നമ്മെ തടയാൻ സാധ്യതയുള്ള മുഴുവൻ കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കാൻ, ഇറക്കി നിർത്താൻ, മാറ്റി നിർത്താൻ, ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, സമൂഹത്തോട് ചേർന്ന് ഇടകലർന്ന് പോകാനല്ല, അതിൽ നിന്ന് ഒരു വേർപാട് സൂക്ഷിക്കേണ്ടതിന് ഇവിടെ പത്രോസ് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ചെയ്തതാണ് ഒരു വേർപാടിലേക്ക് സ്വയം വരാനിടയായി തീർന്നു. പ്രിയരെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ അതാണ് എഴുതിയിരിക്കുന്നത്: രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധരാക്കത്തില്ല. രാജാവിനത് നല്ലതാണെങ്കിലും ഞങ്ങൾക്ക് അത് അശുദ്ധമാണ്. ഈ ദിവസങ്ങളിൽ ചിലതിൽ നിന്ന് മാറി നിൽക്കുവാൻ, ചിലതിനകത്ത് പെട്ടുപോകാതിരിക്കാൻ, ചിലതിനെ മനഃപൂർവ്വം ഒഴിവാക്കുവാൻ ദൈവാത്മാവ് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പത്രോസ് തയ്യാറാകുകയാണ്. ചിലതിനെ ഒക്കെയും പുറത്താക്കി. ഞാൻ ആ പദം ആവർത്തിച്ചു പറയാം. ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ ഇടിച്ചു കയറാൻ സാധ്യതയുള്ള, കടന്നു വരാൻ സാധ്യതയുള്ള, നിർബന്ധപൂർവം നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി സമൂഹം മുഴുവനും സാധ്യതയുള്ള ചിലതിനെ പുറത്താക്കാൻ പത്രോസ് പുറത്താക്കിയ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുമ്പോൾ ചിലരതിനെ എതിർത്ത് കാണും, ചിലർ കുറ്റം പറഞ്ഞ് കാണും. നിനക്ക് മാത്രം എന്ത് ഇങ്ങനെ എന്നൊക്കെ കുറെ പേര് ചോദിച്ചു കാണും. പക്ഷെ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം വിഷയത്തിനകത്ത്
വിടുതലാണ് പത്രോസ് കൊതിക്കുന്നത്. പ്രിയരെ, ദൈവവുമായി ഒരു അറ്റുപോകാത്ത ബന്ധത്തിൽ ജീവിക്കാനാണ് നിങ്ങൾ കൊതിക്കുന്നതെങ്കിൽ ലോകം മുഴുവനും എങ്ങനെയും മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ നടുവിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലതിനെ പുറത്താക്കാൻ, ചിലതിനകത്ത് ആയിപ്പോകാതിരിക്കാൻ, സമൂഹത്തിൽ ഒരാളായി താഴോട്ട് വരാതെ ദൈവകൃപയിൽ, ദൈവിക വിശുദ്ധിയിൽ, ദൈവസാന്നിധ്യ ബോധത്തിനകത്ത് ജീവിക്കുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവഹിതമില്ലാത്ത വലിയ കൂടിച്ചേരലുകളുടെ ഒക്കെ സമയമാണിത്. കൂട്ടുകുടുംബങ്ങൾക്കകത്ത്, ക്ലബുകൾക്കകത്ത്, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഒക്കെ തിരുവചനത്തിനകത്ത് ഇല്ലാത്ത നിലയിലുള്ള, ദൈവമില്ലാത്ത കൂടിച്ചേരലുകളുടെ ദിവസങ്ങളിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് എന്നോട് പറയാൻ ആവശ്യപ്പെട്ട ആലോചന ഇതാണ്. പ്രാർത്ഥിക്കുന്ന പത്രോസ്, ദൈവസാന്നിധ്യം സൂക്ഷിക്കുന്ന പത്രോസ്, ദൈവകൃപയിൽ ജീവിക്കുന്ന അഭിഷേകമുള്ള അപ്പോസ്തലൻ ചിലതിനെയൊക്കെ പുറത്താക്കി. നിശ്ചയമായിട്ടും സമൂഹത്തിൽ ഒരാളായി, നാട് മുഴുവനും ചെയ്യുന്നതിനകത്ത് വ്യാപൃതരായി അതിനകത്ത് സന്തോഷം കണ്ടെത്താതെ ചിലരൊക്കെ പിറുപിറുക്കുമായിരിക്കും, ചിലരൊക്കെ ഒറ്റപ്പെടുത്തും, ചിലരൊക്കെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കും, ചിലരൊക്കെ കൽക്കഷണങ്ങൾ എറിഞ്ഞെന്നിരിക്കും. എന്നാലും ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഒരുങ്ങുന്നതെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവികമല്ലാത്തതൊന്നും നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്ത് കയറാതിരിക്കട്ടെ. അത് ആചാരങ്ങളാണെങ്കിലും, ആഘോഷങ്ങളാണെങ്കിലും, ആഹാരമാണെങ്കിലും, വസ്ത്രധാരണമാണെങ്കിലും, പങ്കെടുക്കുന്ന പരിപാടികളാണെങ്കിലും. ഈ വാക്യം അതാണ് എഴുതിയിരിക്കുന്നത്. പത്രോസ് അവരെ ഒക്കെയും പുറത്തിറക്കി. ഈ പ്രഭാതത്തിൽ ചില പത്രോസുമാരെ, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തീരുമാനമുള്ള ചില പത്രോസുമാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഞാൻ ഈ വാക്യം എടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കാനല്ലേ? എല്ലാവരെയും കൂടെ സഹകരിപ്പിച്ചുകൊണ്ട്, എല്ലാവരോടും ഇഴുകിച്ചേർന്നുകൊണ്ട്, എല്ലാവരുമായി ഒരുമിച്ച് ആ കോമൺ പ്ലാറ്റ്ഫോമിൽ പത്രോസിന് ആയിക്കൂടെ എന്ന്. പത്രോസിനൊരു സത്യമറിയാം, പത്രോസ് വേർതിരിക്കപ്പെട്ടവനാണ്. അങ്ങനെയാണെങ്കിൽ സമൂഹം ഓടുന്നതിനനുസരിച്ച് ഓടാതെ ദൈവകൃപയിൽ നിലനിൽക്കുവാൻ, വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ ഒരു പദം മാത്രമാണ് ഞാൻ പറഞ്ഞത്. പത്രോസ് അവരെയൊക്കെയും പുറത്താക്കി. ഈ ദിവസങ്ങളിൽ ചിലതിൽ നിന്ന് മാറി നിൽക്കുവാൻ, ഒരു വേർപാട് സൂക്ഷിക്കുവാൻ നിശ്ചയമായിട്ടും ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ചെയ്താൽ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ, കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വരുന്ന, ജീവൻ പ്രാപിക്കുന്ന, അത്ഭുതങ്ങൾ നടക്കുന്ന ദൈവപ്രവൃത്തിയുടെ ദിവസങ്ങളായി മാറും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവശക്തി വ്യാപരിക്കണമെന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിനകത്ത് ആത്മികമായി മരിച്ചുപോയ ചിലര് എഴുന്നേൽക്കണമെന്ന് പരമാർത്ഥ ഹൃദയത്തോടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? മറക്കരുത്, സമൂഹത്തിൽ ഒരാളായി തീരാതെ, ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾക്കകത്ത് പൂർണ്ണ സമയം ഇൻവോൾവ്ഡ് ആയിട്ട് ദൈവസാന്നിധ്യം നശിപ്പിക്കാതെ പത്രോസ് അതാണ് ചെയ്തത്. ചിലതിനെയൊക്കെ പുറത്താക്കി. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ, എനിക്കറിയാം ജോലി ചെയ്യുന്നവരുണ്ട്, സ്ഥാപനങ്ങളിൽ, വ്യത്യസ്തമായ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്, വിവിധങ്ങളായ പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ചെറിയ ചെറിയ ക്ലബുകളുമായിട്ടും സംഘടനകളായിട്ടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നവരും കീ പൊസിഷനിൽ ഇരിക്കുന്നവരുമൊക്കെയുണ്ട്. അവർക്കൊക്കെ
പല കാര്യങ്ങൾക്കകത്ത് വ്യാപൃതരായേ പറ്റത്തുള്ളൂ. ചിലരെയൊക്കെ സമൂഹം നിർബന്ധിക്കും, ചിലരെയൊക്കെ അവരവരുടെ മനസ്സ് നിർബന്ധിക്കും. ഞാൻ പറഞ്ഞത്, ആര് പിണങ്ങിയാലും പിണങ്ങിയില്ലെങ്കിലും, ആര് കൂടെയുണ്ടെങ്കിലും കൂടെയില്ലെങ്കിലും, ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മിൽ നടക്കണമെങ്കിൽ ചിലതിനെ പുറത്ത് നിർത്തുവാൻ, ആമേൻ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രഭാതമന്ന നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീരട്ടെ. നിശ്ചയമായിട്ടും ദൈവിക അത്ഭുതങ്ങൾ കാണുന്ന, ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി തീരട്ടെ. നിങ്ങൾക്ക് അവധിയാണെങ്കിൽ, വെക്കേഷൻ ആണെങ്കിൽ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും തിരുവചനവുമായി കർത്തൃപാദപീഠത്തിലിരിക്കുക. ചില തബീതമാർ ജീവൻ പ്രാപിക്കാൻ അത് കാരണമായി തീരും. ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും. നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. കരുണയുള്ള കരങ്ങളിൽ താങ്ങണമേ. ദൈവിക നന്മകളെ കൊടുക്കണമേ. അത്ഭുതകരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.